മറ്റൊരു ശ്രോതാവ് ഈ പരദൂഷണം എന്താണ് അങ്ങനെ ചോദിച്ചിട്ടുള്ളത്. പരദൂഷണം എന്താണ്, അതിൻ്റെ ഒരു ഗുരുതരമായ അവസ്ഥ അതെന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. പരദൂഷണം എന്ന് പറയുന്നത് വളരെ അപകടകരമായൊരു കാര്യമാണ്. അത് എന്താണ് പരദൂഷണം എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദിക്റുക അഹാക ബിമാ യക്റഹ്, തൻ്റെ സഹോദരൻ ഇഷ്ടമില്ലാത്തത് അവനെക്കുറിച്ച് പറയാം. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ കുറിച്ച് അവന് ഇഷ്ടമില്ലാത്തൊരു കാര്യം അവനെക്കുറിച്ച് ഞാൻ വേറെ ആളോട് പറയാം. ഇതിനാണ് പരദൂഷണം എന്ന് പറയാം. വേറൊരാളെക്കുറിച്ചുള്ള ദുഷിച്ച് പറയാം, വേറൊരാളെക്കുറിച്ച് ദുഷിച്ച് സംസാരിക്കാം. അപ്പോൾ സഹാബികൾ ചോദിക്കുന്നുണ്ട്, ആ പറയുന്ന കാര്യം അയാളിൽ ഉണ്ടെങ്കിലോ? അപ്പോൾ പറയണം, അങ്ങനെ ഉള്ള കാര്യം പറയണമെങ്കിൽ അതാണ് പരദൂഷണം, ഗീബത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഇല്ലാത്ത കാര്യം പറയണമെങ്കിലോ ഫഖദ് ബഹത്താണ്, നീ അവൻ്റെ പേര് ഇല്ലാത്തത് കെട്ടിച്ചമച്ച് പറഞ്ഞു, അപ്പോൾ അതിന് വേറെ കുറ്റാണ്, കളവാണ്. അപ്പം അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ ഒരാളുടെ അഭാവത്തിലല്ലാതെ പറയുമ്പോൾ അതെന്തായി മാറും? ഗീബത്തായി മാറും. ഗീബത്ത് എന്ന് പറഞ്ഞാൽ അയാൾ ഇല്ലാത്ത, അയാളുടെ അസാന്നിധ്യത്തിൽ അയാളെക്കുറിച്ച് പറയാം, അങ്ങനെയാണ് ഗീബത്ത് എന്ന് പറയാം. ഇപ്പോൾ ഒരാളെക്കുറിച്ച് ഞാനിങ്ങനെ കുറ്റം പറയാം, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അയാൾ ഇവിടെ ഇല്ലാത്ത, സദസ്സിലില്ലാത്ത, മറിഞ്ഞുള്ള വേറെ ഉള്ള ഒരാളെക്കുറിച്ച് ഞാൻ പറയാം, അതിന് ഗീബത്ത് എന്ന് പറയും. പിന്നെ നമീമത്ത്, ഇതും പരദൂഷണത്തിൻ്റെ വേറെ രൂപത്തിൽ വരുന്നതാണ്. ഒരാളെക്കുറിച്ച് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാൻ വേണ്ടിയിട്ട്, പരസ്പരം വൈരാഗ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കുറ്റങ്ങൾ ഒരാളെക്കുറിച്ച് മറ്റൊരാൾ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് പരസ്പരം വൈരാഗ്യം ഉണ്ടാക്കുന്ന രൂപത്തിൽ സംസാരിക്കും. ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ്. പിന്നെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹുജറാത്തിൽ പറഞ്ഞില്ലേ, നീ മരിച്ചു കിടക്കുമ്പോൾ നിൻ്റെ സഹോദരൻ്റെ പച്ചമാംസം തിന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടാകും. അപ്പോൾ ഒരാളുടെ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും അയാളുടെ മാംസങ്ങൾ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് പച്ചയിൽ തിന്നുന്നതിനോടാണ് ഗീബത്ത് പറയുന്നതിനെ, ഒരാളെക്കുറിച്ച് പരദൂഷണം പറയുന്നതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ ഉപമിച്ചത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിൻ്റെ അടുക്ക കൊണ്ട് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആരുടെ ഖബറാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അധികം വൈകാതെ മറവ് ചെയ്യപ്പെട്ട ആ മണ്ണൊന്നും ശരിക്കും ഉണങ്ങാത്തൊരു ഖബറാണ്. അപ്പോൾ ഇന്ന ആളുടേതാണെന്ന് പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ ഇപ്പോൾ അതിശക്തമായി ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. അപ്പോൾ അവർ വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. അവർ ചെയ്തതൊന്ന്, മൂത്രം ശരിക്കും എന്ത് ചെയ്യൂല, അതിന് വേർപ്പെടൂല. രണ്ടാമത്തത് യംശി ബിൻ നമീമ എന്നാണ്. ഒരാളെക്കുറിച്ച് പരദൂഷണം പറഞ്ഞ് നടക്കുക, ആളുകളെ കുറിച്ച് വിദ്വേഷം പറഞ്ഞ് പരസ്പരം തെറ്റിക്കുന്ന രൂപത്തിൽ അങ്ങനെ പറഞ്ഞു നടക്കുന്ന സ്വഭാവം. അപ്പോൾ ഖബറിൽ വളരെ വലിയ ശിക്ഷയുണ്ട്, പരലോകത്ത് അതിന് കഠിനമായ ശിക്ഷ അയാൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല, ഒരാളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ നമ്മുടെ അമലുകൾ പോലും പരലോകത്ത് അയാൾക്ക് നൽകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇബാദത്ത് പോലും നമുക്ക് നഷ്ടപ്പെടാൻ കാരണമാകുന്ന സാഹചര്യമാണ് ഇത്തരം പരദൂഷണങ്ങളിലൂടെ ഒരാൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരാളുടെ അഭാവത്തിൽ അയാളെക്കുറിച്ച് അങ്ങനെ പലതും പറഞ്ഞ് പ്രചരിപ്പിച്ചു, അയാൾ അപമാനിക്കപ്പെട്ടു, അയാളുടെ പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അയാൾക്കുണ്ടായി. അപ്പോൾ അതിലൂടെ അയാൾക്ക് ഉണ്ടാവുന്ന എന്താണ്, പരലോകത്ത് ഇയാളുടെ നന്മകളും ഗുണങ്ങളൊക്കെ മറ്റേ മനുഷ്യനിലേക്ക് പരലോകത്ത് കൊടുക്കും. ഇപ്പോൾ ഞാൻ നിസ്കരിച്ച നിസ്കാരങ്ങളുണ്ടാവും, ധർമ്മങ്ങളുണ്ട്, ഇതൊക്കെ എനിക്ക് നഷ്ടപ്പെടും. മാത്രമല്ല അതിശക്തമായ ശിക്ഷ ഉണ്ടാവും, കഠിനമായ ശിക്ഷ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, മൊബൈലിൻ്റെ ഒരു കാലഘട്ടമാണ്, സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ന്യൂസുകളും പിന്നെ വാർത്തകളൊക്കെ വരുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി പോലും അറിയാതെ അത് കേൾക്കുന്ന മാത്രയിൽ അതങ്ങനെ ചെയ്തിട്ടുണ്ട്, അതങ്ങനെ ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളെക്കുറിച്ചില്ലാത്തൊരു ന്യൂസ് ഉണ്ടാക്കിയിട്ട്, ഒരു വാർത്ത ഉണ്ടാക്കിയിട്ട് പ്രചരിപ്പിക്കാം. അത് പരദൂഷണത്തിൻ്റെ ഒരു ആധുനിക വേർഷനായിട്ട് ഇന്ന് നിലനിൽക്കുകയാണ്. അതും ഇതിൻ്റെ പരിധിയിൽ വരും. ഒരാൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം അയാളെക്കുറിച്ച് എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയയിലൂടെ പറയാം, അയാളങ്ങനെ ചെയ്തു, അയാളിങ്ങനെ ചെയ്തു, അയാൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, ചിലപ്പോൾ അയാളിലില്ലാത്ത കാര്യക്കാരൻ, പക്ഷെ അത് ആയിരങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എന്ത് ചെയ്യും, വ്യാപിക്കും. പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ട കാര്യമാണെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ പല പ്രശ്നങ്ങളും നമ്മൾ ഇടപെടാറുണ്ട്. എന്നാൽ അവിടെയൊക്കെ ഒരു ഇസ്ലാമികമായ ഒരു പരിഹാരത്തിലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും നമുക്ക് ആരാധനകൾ കൃത്യമായി ചെയ്യാൻ സാധിക്കുക. അലിജാബയിലേക്ക് നേരിട്ട് നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ 90-20-840 എന്ന നമ്പറാണ്. 90-20-840 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. പീസ് റേഡിയോയിലേക്ക് ടെക്സ്റ്റായി വന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അതാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം ഉള്ളത് ഫൈസൽ മദീനയാണ്. മറ്റൊരു